വായന നൽകുന്ന സുഖം. പ്രസംഗം കുട്ടികൾക്ക് വേണ്ടി. മനുഷ്യൻ ഒരു പരിധിവരെ ദുഃഖിതനാണ്. അനേകം പരിമിതികളുടെ മധ്യത്തിൽ കഴിയുവാൻ വിധിക്കപ്പെട്ട മനുഷ്യന് സുഖത്തേക്കാൾ കൂടുതൽ ദുഃഖമുണ്ടാവുക സ്വാഭാവികമാവാം. ഈ ദുഃഖങ്ങളിൽ നിന്നും കരകയറുവാൻ അവൻ പല മാർഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മരുഭൂമിയിലെ ഒരു യാത്രക്കാരൻ്റെ ദയനീയാവസ്ഥ ഏതൊരു മനുഷ്യനും ഉണ്ടാവാം. എന്നാൽ ആ യാത്രയിലും അവൻ തണ്ണീർപ്പന്തലുകൾ തീർക്കുകയും അവിടെ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു. അങ്ങനെ കണ്ടെത്തിയ അതിവിശിഷ്ടമായൊരു തണ്ണീർപ്പന്തലാണ് വായന. നമ്മുടെ വേദനകളുടെ മധ്യത്തിൽ വായന ഒരു സ്വാന്തനമായി എത്തുന്നു. അത് നമ്മുടെ ജീവിതത്തിന് പുതിയ അർത്ഥവും വ്യാപ്തിയും നൽകുന്നു. കാലം അനന്തമാണെന്നും ഭൂമി വിശാലമാണെന്നും നമുക്ക് പറഞ്ഞു തരുന്നത് വായനയാണ്. ആ അറിവ് നമ്മെ വിനയാന്വിതരാക്കുന്നു. അതികഠിനമായ ക്ലേശങ്ങളുടെ മധ്യത്തിൽ ആശ്വാസം പ്രദാനം ചെയ്യുവാൻ ഉത്തമകൃതികൾക്ക് സാധിക്കും. ഒരു സമൂഹത്തിൻ്റെ ചിന്തയെയും ദർശനത്തെയും സ്വാധീനിക്കുവാനും മാറ്റിമറിക്കുവാനും പുസ്തകങ്ങൾക്ക് കഴിവുണ്ട്. അതുകൊണ്ടാണ് പുതിയ പുതിയ തത്വസംഹിതകൾ കണ്ടെത്തിയ ലോകമഹാന്മാരൊക്കെ വായനയുടെ സ്വാധീനത്തെക്കുറിച്ച് ആദരവോടെ പറയുന്നത്. തന്നെ ആത്മഹത്യയിൽ നിന്നും രക്ഷിച്ചത് ബൈബിൾ വായനയാണെന്നാണ് വിശ്വപ്രസിദ്ധ നോവലിസ്റ്റായ ടോൾസ്റ്റോയി തൻ്റെ ആത്മകഥാക്കുറിപ്പുകളിൽ പറയുന്നത്. എം.കെ. ഗാന്ധിയെ മഹാത്മാഗാന്ധിയാക്കിയതും വായനയാണെന്ന് അദ്ദേഹവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പീഡിതരുമായ ജനകോടികളുടെ ദുരിതപൂർണമായ ജീവിതാവസ്ഥകളെക്കുറിച്ച് അറിയണമെങ്കിൽ വായന അനിവാര്യം തന്നെ. ആ അറിവ് ജീവിതത്തിന് പുതിയ വെളിച്ചം നൽകും. സ്വന്തം പ്രാരാബ്ധങ്ങൾ മാത്രം അയവിറക്കിയിരിക്കുന്നവർക്ക് തങ്ങളുടെ പ്രാരാബ്ധങ്ങൾ നിസ്സാരമാണെന്ന് ബോധ്യം വരുന്നത് അതിലും വലിയ ദുരിതങ്ങളുടെ കഥകൾ വായനയിലൂടെ അറിയുമ്പോഴാണ്. ഈ അറിവ് നമ്മളിലെ മനുഷ്യത്വത്തെ ഉണർത്തും. അങ്ങനെ നമ്മൾ മൃഗപൂർവികതയിൽ നിന്നുയർന്ന് മനുഷ്യനന്മയുടെ തലത്തിലെത്തുന്നു. അങ്ങനെയാണ് വായന നമ്മെ അപൂർണതയിൽ നിന്ന് പൂർണ്ണതയോടടുപ്പിക്കുന്നത്. ഏതു മഹത്വത്തെയും സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും വൈഭവമുള്ള ഒന്നാണ് മനുഷ്യ മനസ്സ്. അതിൻ്റെ സാധ്യതകൾ അനന്തമാണ്. ആ അനന്ത സാധ്യതകളെക്കുറിച്ച് നമുക്കറിവ് നൽകുന്നത് വായനയിലൂടെയാണ്. മഹത്വത്തിൻ്റെ കിരീടം സ്വന്തമാക്കണമെങ്കിൽ കഠിനമായ അധ്വാനം തന്നെ വേണം. നന്മയും തിന്മയും ഇടകലർന്ന ഈ ജീവിതത്തിൽ നന്മയോട് ചേർന്ന് നിൽക്കുകയെന്നതാണ് മനുഷ്യധർമ്മം. എന്നാൽ ആ ധർമ്മബോധത്തിൻ്റെ വെളിച്ചം ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർ നമ്മുടെ സമൂഹത്തിലുണ്ട്.